ഓക്കെ, ഹലോ എവരി വൺ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എന്ത് വന്നു, നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾ കേരള യൂണിവേഴ്സിറ്റി പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ പറയുന്നു. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഓർമ്മ കാണും, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ടൈം ടേബിൾ കണ്ടപ്പോഴും പൊതുവേ കാണുന്ന ഒരു ടൈം ടേബിളിൻ്റെ രീതിക്കല്ല ഇത് കിടക്കുന്നത്. പൊതുവേ കാണുന്ന ടൈം ടേബിൾ അല്ല എന്ന് പറയാനുള്ള കാര്യം, ടൈം ടേബിൾ ഒരു ഇൻട്രഡക്ഷൻ കിടപ്പുണ്ട്. അവിടെ ഈ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പൊതുവേ FI UGP അല്ലാതെ വേറെ ഒരിടത്തും നമ്മളിത് കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ ടൈം ടേബിൾ കണ്ട് ഓർമ്മ ഉള്ളവർക്ക് കാര്യം പിടി കിട്ടിയിട്ടുണ്ടാവും, ഇല്ലാത്തവർക്ക് ഒന്ന് കൺഫ്യൂഷനാവും. നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേരിലല്ല ടൈം ടേബിൾ കിടക്കുന്നത്. ഏത് പേപ്പറാണോ നിങ്ങൾ മേജർ പേപ്പർ 2 ആയിട്ട് എടുത്തിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഒന്ന് തപ്പിപ്പിടിച്ച് ഇപ്പോഴേ കണ്ടുപിടിച്ച് വയ്ക്കണേ. നിങ്ങളുടെ മേജർ പേപ്പർ 2, നിങ്ങളുടെ DSC 4 ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, അത് ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സെലക്ട് ചെയ്തു എന്നുള്ളതിന് പ്രസക്തിയില്ല. ഏതായിരുന്നാലും അതിൻ്റെ പരീക്ഷ നടക്കും 12-ാം തീയതി തിങ്കളാഴ്ച നടക്കും. 1:30 സ്റ്റാർട്ട് ചെയ്യും. പൊതുവേ ഇന്ന ടൈം ടു ഇന്ന ടൈം എന്നല്ലേ ടൈം ടേബിൾ വരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ 1:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞേ? ഓരോ പേപ്പറിൻ്റെയും ടൈമിങ് വേറെയാണ്. FI കളികളാണ്, ഒന്ന് ഓർത്തോണം. നമ്മൾ കഴിഞ്ഞ സെമ്മിലും കണ്ടതാണ്. എന്നാൽ ഒരു സെമ്മൊക്കെ കഴിഞ്ഞില്ല, നമ്മളിപ്പോൾ എന്താണ് മറന്നാണ്. അതുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ഓരോന്നിനും പറയുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ DSC 5, പിന്നെ മൈനർ പേപ്പർ 3 ഏതാണ് നിങ്ങൾ സെലക്ട്, ഏത് പേപ്പർ ആയിക്കോട്ടെ, അത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്, ആ പേപ്പറിൻ്റെ പരീക്ഷ എന്ന് നടക്കും 14-ാം തീയതി നടക്കും. തുടങ്ങുന്നത് 1:30 തീരുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദി പേപ്പർ. ഇനി നിങ്ങൾ മൈനർ പേപ്പർ 4 ഏതാണോ അത്, പിന്നെ AEC എടുത്തത് ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 19-ാം തീയതി നടക്കും. എന്നായിരിക്കും ആ ടൈമിങ്. സ്റ്റാർട്ടിങ് എല്ലാം 1:30 എക്സെപ്റ്റ് ഫ്രൈഡേ വെള്ളിയാഴ്ച നിസ്കാരം എന്നൊരു സാധനം കൺസിഡർ ചെയ്തുകൊണ്ട് പൊതുവേ പരീക്ഷ 2 മണിക്കേ തുടങ്ങാറുള്ളൂ. അതുവഴികെ ബാക്കിയുള്ള ദിവസങ്ങൾ 2 ഫ്രൈഡേ വരുന്നുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്താണ് പരീക്ഷ തുടങ്ങുന്നത് 1:30, തീരുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദി പേപ്പർ. അപ്പോൾ ടൈപ്പാണ് പറയുന്നത്, അല്ല നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേരല്ല പറയുന്നത്. അത് ആര് തിരിച്ചറിയണം? നിങ്ങൾ തന്നെ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് അവർ താഴോട്ട് പറയുന്നുണ്ട്. DSC 4 മേജർ പേപ്പറായിട്ട് എന്തൊക്കെ വരാം, ഈ പറഞ്ഞ അറബിക്, ഇൻട്രഡക്ഷൻ ടു ബയോമെട്രിക്സ്, അങ്ങനെ പലതും പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് പോയി നോക്കിയാലോ, കണ്ടില്ലേ, അടുത്ത സെറ്റ് ഓഫ് പേപ്പർ തരുന്നുണ്ട്. ഇതേപോലെ ഓരോ ദിവസത്തെയും ഓരോ സെറ്റ് ഓഫ് പേപ്പർ വരെ താഴോട്ട് തന്നിട്ടുണ്ട്. ഇതിൽ പലതും റിപ്പീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിലൊന്നും കാര്യമില്ല. നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്തതെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ വലിച്ചു വാരിയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്തിൽ നിന്ന്, ഇവർ തന്ന ഈ ഒരു ടൈം ടേബിൾ അകത്തിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, നിങ്ങളുടെ ടൈം ടേബിൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഏറ്റവും മുകളിൽ കിടക്കുന്നില്ലേ, ഈ ഒരു സാധനത്തിനെ നിങ്ങളൊന്ന് റീപ്ലേസ് ചെയ്യണം നിങ്ങളുടെ സബ്ജക്റ്റുകൾ കൊണ്ട്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ, പറ്റുമെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഇത്ര സ്പേസ് അവർ വിട്ടിട്ടില്ലേ, ഇവിടെ നിന്ന് ആ സബ്ജക്റ്റിൻ്റെ പേര് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഐഡിയ മനസ്സിലായല്ലോ. നിങ്ങളുടെ ടൈപ്പ് ഓഫ് സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് പേപ്പറാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് പേപ്പർ നല്ല നിങ്ങളുടെ ടൈം ടേബിളിൽ കിടക്കുന്നത്, അത് നിങ്ങൾ തന്നെ താഴോട്ട് നോക്കി തപ്പി കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ടൈം ടേബിൾ കണ്ടെത്തിയവർ ഒന്ന് പ്രിൻ്റ് എടുത്ത് ഇപ്പോഴേ വരുന്ന എഴുതി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ കൂടെ ഉണ്ടാവും. താങ്ക് യു.